വെൽക്കം ബാക്ക് ടു ലേണിനു. നമ്മൾ ഇന്ന് RRB ALP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. CBT2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 വരുന്ന ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ is a dash device. Options: full simplex, full duplex, സിംപ്ലക്സ് ആൻഡ് ഹാഫ് ഡ്യൂപ്ലെക്സ്. അപ്പൊ എന്താണ് സിംപ്ലക്സ് എന്നും ഡ്യൂപ്ലെക്സ് എന്നും നമ്മൾ അറിയണം. ഇപ്പൊ സിംപ്ലക്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രം വരുന്നതാണ് നമ്മൾ സിംപ്ലക്സ് എന്ന് പറയുന്നത്, ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് പോലെ. ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനിലും ഫ്രം സെന്റർ ടു റിസീവർ, അതുപോലെ തന്നെ റിസീവർ ടു തിരിച്ചും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അത് ഒരേ സമയം രണ്ട് ഡയറക്ഷനിലും വരുന്നതിനെയാണ് നമ്മൾ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ഡയറക്ഷനിലും നമുക്ക് ഒരേ സമയം അല്ലാതെ അറ്റ് എ ടൈം ഒരു ഡയറക്ഷനിൽ പിന്നെ പക്ഷെ തിരിച്ചും വരും, അത് നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയും. ഓക്കെ, സോ വെദർ ദ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ഇൻ വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം ഓർ ഇൻ ബോത്ത് ഡയറക്ഷൻ സൈമിൾട്ടേനിയസ്ലി, അതാണ് ഫുൾ ഡ്യൂപ്ലെക്സും ഹാഫ് ഡ്യൂപ്ലെക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ സെൽഫോണിന്റെ കേസിൽ നമുക്കറിയാം രണ്ട് ഡയറക്ഷനിലും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് full duplex ആണ് വരിക. So option B is the correct answer. Next one, what type of radiation is emitted from a remote control? Remote control ൽ നിന്ന് വരുന്ന radiation ഏത് ടൈപ്പ് ആണ്? Visible, ultraviolet, infrared and radio frequency. So it is infrared rays ആണ് വരുന്നത്. Option C is the correct answer. Next one, what is the output of an LED driver? ഒരു LED driver എന്ന് പറയുന്നത് LED പവർ സപ്ലൈ ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? അപ്പൊ അത് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്സ് AC DC ആക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത്? ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് DC ആയിരിക്കും ഔട്ട്പുട്ട് വരിക. സോ ഓപ്ഷൻസിൽ ചോപ്ഡ് AC, പൾസേറ്റിംഗ് DC ആൻഡ് AC തന്നിട്ടുണ്ട്. സോ DC is the correct answer. Next one, BU205 transistor collector is the right side pin, body of the transistor, center pin, left side pin. അപ്പൊ BU205 എന്ന് പറയുന്നത് it is a device and it is used to perform on specified inputs പെർഫോം ചെയ്യുന്നതാണ്. അതിൽ ഈ BU205 ട്രാൻസിസ്റ്റർ കളക്ടർ എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ നമുക്ക് കൃത്യമായി ആ ഒരു ഡിവൈസ് കാണുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നവർക്ക് ഇതിന് കറക്റ്റ് ആൻസർ അല്ല. റൈറ്റ് സൈഡ് പിൻ ആണോ, ട്രാൻസിസ്റ്ററിന്റെ ബോഡി ആണോ, സെന്റർ പിൻ ആണോ, ലെഫ്റ്റ് സൈഡ് പിൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബോഡി ഓഫ് ദ ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഗാമ ഇസ് ദ റേഷ്യോ ഓഫ്. അപ്പോൾ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കറന്റ് ഗെയിൻസ് ആൽഫ, ബീറ്റ, ഗാമ ഈ മൂന്ന് പാരാമീറ്റർ നമ്മൾ പഠിക്കണം. അതിന്റെ റേഷ്യോ എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. സോ ഗാമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കറന്റ് ഗെയിൻ ഇൻ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ വരുന്ന കറന്റ് ഗെയിൻ ആണ് നമുക്ക് ഗാമ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എമിറ്റർ കറന്റ് ടു ബേസ് കറന്റ്. കോമൺ കളക്ടർ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ റേഷ്യോ ഓഫ് എമിറ്റർ കറന്റ് ടു ബേസ് കറന്റ് ആണ് നമുക്ക് ഗാമ എന്ന് പറയുന്നത്. സോ ഫ്രം ദ ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, എ കപ്പാസിറ്റർ ഫംഗ്ഷൻ. കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ ഓപ്ഷൻസ് നോക്കാം. സ്റ്റോപ്സ് AC and passes DC, stops DC and passes AC, passes both AC and DC, stops both AC and DC. അപ്പൊ കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ തന്നെ നമുക്കറിയാം, DC സ്റ്റോപ്പ് ചെയ്യുകയും AC പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, in the dash storage oscilloscope, signal can be stored. Signal store ചെയ്യാൻ പറ്റുന്നത് ഇതിലാണ്. First option cathode ray tube, second one digital oscilloscope, third one analog oscilloscope and fourth one VTVM. So നമുക്ക് ഇതില് ഡിജിറ്റൽ ഓസിലോസ്കോപ്പിലാണ്, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിലാണ് നമുക്ക് സിഗ്നൽസ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, in case of silicon transistor, the cutoff region voltage of the base emitter. അത് നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? സിലിക്കൺ ട്രാൻസിസ്റ്ററിലെ കട്ട് ഓഫ് റീജിയൻ വോൾട്ടേജ് എത്രയാണ് വരിക? ഇപ്പൊ സിലിക്കണിന്റെ കേസിൽ 0.7 വോൾട്ടും ജർമേനിയം ആണെന്നുണ്ടെങ്കിൽ 0.3 വോൾട്ടും ആണ് വരുന്നത്. സോ 0.7 or greater than 0.7 എന്ന് നമുക്ക് പറയാം. സോ കറക്റ്റ് ആൻസർ ഈസ് 0.7 വോൾട്ട്. ഇറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. Next one, IC7805 is a dash voltage regulator. ICസിന്റെ പേരുകളൊക്കെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ICസിന്റെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അത് ഓരോന്നും ഏത് ടൈപ്പ് ആണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം.
അതേപോലെ തന്നെ അത് എത്ര വോൾട്ടേജിൽ ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ 7805 എന്ന് പറയുന്നത് 3 ടെർമിനൽ ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ്. അതിൽ നമുക്ക് ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ് വരുന്നത്. സോ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. 15 വോൾട്ട്, 8 വോൾട്ട്, 6 വോൾട്ട്, 5 വോൾട്ട്. So correct answer is option D, 5 volt. Next one, the formula for number of magnetic poles in an inductor motor. Number of magnetic poles in a formula എന്താണ്? Direct question. നമ്മൾ equations formulas ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. So P is equal to 120 F by NS എന്നുള്ളതാണ് വരുന്നത്. F stands for voltage frequency in hertz. P stands for number of poles and NS no L no represent synchronous speed in RPM ആണ്. നൊട്ടേഷൻസിൽ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ അത് റേഷ്യോ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ബൈ കമ്പൈനിങ് 2 class B amplifiers we can build. ഓപ്ഷൻസ് പുഷ് പുൾ ആംപ്ലിഫയർ, LC കപ്ലിംഗ്, RC കപ്ലിംഗ് ആൻഡ് TC കപ്ലിംഗ്. രണ്ട് ക്ലാസ് ബി ആംപ്ലിഫയേഴ്സിന്റെ കോമ്പിനേഷൻ നമ്മൾ അത് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു പുഷ് പുൾ ഓപ്പറേഷൻ ആണ് വരുന്നത്. പുഷ് പുൾ ആംപ്ലിഫയർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, in the context of mobile communication, what is the full form of LTE? LTE എന്നുള്ളത് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ലോങ് ടേം എവല്യൂഷൻ. So option A is the correct answer. Next one, what is the forward voltage of LED? LED യുടെ forward voltage എത്രയാണെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം, എങ്കിൽ നമുക്ക് എക്സാം ടൈമിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ. So LED യുടെ forward voltage എന്ന് പറഞ്ഞാൽ 1.8 volt to 3.3 volt ആണ്. ആ റേഞ്ചിലാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് കറന്റ് ഇഫ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 50 ohms ആൻഡ് പവർ ഇസ് ഈക്വൽ ടു 100 watt. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെയാണ് ഡാറ്റ തന്നിട്ടുള്ളതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്, കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ ചെയ്യാ? നമുക്ക് റെസിസ്റ്റൻസും പവറും കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ ആദ്യം ഓർക്കുക. അപ്പൊ നമുക്ക് P is equal to I square R എന്നുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് I കാണാം. I square is equal to P by R and I is equal to square root of P by R. സോ ഇവിടെ തന്നിട്ടുള്ള വാല്യൂസും നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 100 ഡിവൈഡഡ് ബൈ 50 വരും. ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 and it is 1.414. സോ നമ്മൾ ആൻസർ തെറ്റിക്കാൻ വേണ്ടി തന്നെ 2 കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. വളരെ ശ്രദ്ധിച്ച് തന്നെ പ്രോബ്ലംസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, എ ഫുൾ വേവ് റെക്ടിഫയർ കൺസിസ്റ്റ് ഓഫ് 1 diode, 3 diode, 2 diode and 4 diode. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ ഇതിൽ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് 2 diodes കൊടുക്കാം. ഫുൾ വേവ് റെക്ടിഫയറിൽ തന്നെ നമുക്കറിയാം സെന്റർ ടാപ്ഡും അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ വരുന്നുണ്ട്. അപ്പൊ ബ്രിഡ്ജ് റെക്ടിഫയറിലാണെങ്കിൽ നമുക്ക് 4 ഡയോഡ് വരും. പക്ഷെ അത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് 2 diodes എന്നുള്ളത് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് വൺ, വൈ ഇസ് എൻ ചാനൽ മോസ്ഫെറ്റ് പ്രിഫേർഡ് ഓവർ എ പി ചാനൽ? എന്തുകൊണ്ടാണ് എൻ ചാനൽ മോസ്ഫെറ്റ് പി ചാനൽ മോസ്ഫെറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? അപ്പൊ മെയിൻ ആയിട്ട് അതിന്റെ സ്പീഡ് ഫാസ്റ്റ് സ്പീഡ് ആണ്. അതേപോലെ തന്നെ പാക്കേജ് ഡെൻസിറ്റി ഹയർ ആണ്. അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഇറ്റ് അലോസ് ഫാസ്റ്റ് സ്വിച്ചിങ്, it is a TTL compatible because of its low input impedance and because of the low noise. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമുക്ക് എടുക്കാം. because it allows fast switching. Option A is the correct answer. Next one, in an injector motor, stator is the rotary part, part that is stationary, part that controls the speed, rotary, and part that controls the speed. അപ്പോൾ ഇൻഡക്ടർ മോട്ടറിൽ സ്റ്റേറ്റർ എന്ന് പറയുന്നത് it is a part that is stationary ആയിട്ടുള്ളതാണ്. So option B is the correct answer. Next one, what can a CRO measure? CRO ൽ എന്താണ് മെഷർ ചെയ്യാൻ പറ്റുക? Capacitance, resistance, inductance and frequency. So a CRO can measure frequency. Option D. Next one, LCD TV works on the principle of LCD TV work ചെയ്യുന്നത് emission of cathode ray and light, emission of cathode ray, light emission, light blockage. അപ്പോൾ ലൈറ്റ് ബ്ലോക്കേജ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ സ്ക്രീൻ ആക്ച്വലി ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ബ്ലോക്കിംഗ് ലൈറ്റ് റാദർ ദാൻ എമിറ്റിംഗ് ലൈറ്റിനേക്കാളും ലൈറ്റിന്റെ ബ്ലോക്കിംഗ്. അത് നമ്മൾ LCDയുടെ കംപ്ലീറ്റ് വർക്കിംഗ് പഠിക്കുമ്പോൾ നമുക്കത് അറിയാനായിട്ട് പറ്റും. സോ ലൈറ്റ് ബ്ലോക്കേജ് ആണ് ആക്ച്വലി അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി.
നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ബീറ്റ കറന്റ് റേഷ്യോ. അപ്പൊ നേരത്തെ നമുക്ക് ഗാമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആൽഫയും ബീറ്റയും ഗാമയുടെ റേഷ്യോ എന്തായാലും പഠിച്ചു വയ്ക്കുക. ബീറ്റ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് IC/IB ആണ് വരുന്നത്. കളക്ടർ കറന്റ് ഡിവൈഡഡ് ബൈ ബേസ് കറന്റ് ആണ് വരുന്നത്. ഓപ്ഷൻ എ is the correct answer. Next one, how are SMD components in bulk mounted on PCB? Using hot air blower, using soldering, using wave soldering machine, using soldering board. It is using wave soldering machine ആണ് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ സി. നെക്സ്റ്റ് സെക്കൻഡറി സെൽസ്. നമുക്കറിയാം സെൽസ് ആൻഡ് ബാറ്ററീസ് പഠിക്കുമ്പോൾ പ്രൈമറി സെൽസും ഉണ്ട് സെക്കൻഡറി സെൽസും ഉണ്ട് അല്ലെ. അപ്പൊ സെക്കൻഡറി സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ക്യാൻ ബി റീചാർജ് ആൻഡ് റീയൂസ്. പ്രൈമറി സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. സെക്കൻഡറി സെൽസ് ആകുമ്പോഴോ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫ്രം ദ ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് reused. Option A is the correct answer. Next one, IC7812 is a dash voltage regulator. Again, voltage specification തന്നെയാണ്. നേരത്തെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ 7812 IC ഫിക്സഡ് വോൾട്ടേജ് DC ലീനിയർ റെഗുലേറ്റർ ആണ്. അപ് ടു 12 വോൾട്ട് ആണ് ഇതിനകത്ത് വരുന്നത് ഔട്ട്പുട്ട്. സോ 12 വോൾട്ട് ഓപ്ഷൻ D is the correct answer. Next one, impedance can be measured using which among the following instrument? Impedance measure ചെയ്യാൻ LCR meter, CRO, DSO function generator. LCR meter ആണ് നമ്മൾ ഇംപിഡൻസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഡാഷ് ട്രാൻസിസ്റ്റേഴ്സ് ആർ റിക്വയർഡ് ഫോർ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ. സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫിക്കേഷന് എത്ര ട്രാൻസിസ്റ്റേഴ്സ് വേണം? സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, 8-bit രജിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് ഒരു n-bit രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് n ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ക്യാൻ സ്റ്റോർ n bits എന്നുള്ളതാണ്. സോ 8-bit രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് 8 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഫ്രം ദ ഓപ്ഷൻസ് ഓപ്ഷൻ ഡി is the correct answer. Next question, which of the following LED colors is not present in an LED TV panel? Green, white, red and blue. അപ്പോൾ LED ഡിസ്പ്ലേയിൽ നമുക്ക് മെട്രിക്സ് ഓഫ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് വരുന്നത്. സോ അതിൽ ഇല്ലാത്തത് വൈറ്റ് കളർ ആണ്. ഓപ്ഷൻ ബി. Next, sawtooth wave can be generated through Schmitt trigger, Hartley oscillator, Colpitts oscillator and crystal oscillator. So sawtooth wave നമുക്ക് generate ചെയ്യാൻ പറ്റുന്നത് Schmitt trigger. Option A. Next, AND gate and XOR gate combination is both full and half adder, full adder, half adder, flip flop. അപ്പൊ AND ഗേറ്റും XOR ഗേറ്റും കൂടെ വരുന്നത് ഇതാണ് അതിന്റെ ഫിഗർ. AND ഗേറ്റും XOR ഗേറ്റും കൂടെ വരുന്നത് നമുക്ക് ഹാഫ് ആഡറിലാണ്. സോ ഓപ്ഷൻ സി is the correct answer. Next one, which of the following circuit is used for adding a DC offset to a waveform? ഒരു വേവ് ഫോമിലേക്ക് നമുക്ക് DC ഓഫ്സെറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏത് സർക്യൂട്ട് ആണ്? ക്ലാമ്പർ, ക്ലിപ്പർ, ആംപ്ലിഫയർ ആൻഡ് റെക്ടിഫയർ. ആൻഡ് ഇറ്റ് ഈസ് ക്ലാമ്പർ സർക്യൂട്ട്. ഓപ്ഷൻ എ. Next, which of the following display interfaces can carry both analog signal and digital signal? Analog signalum digital signalum carry ചെയ്യാൻ പറ്റുന്നത് VGA, HDMI, optical and DVI. Digital visual interface ലാണ്. That is DVI is the correct answer. Next, which transistor configuration amplifiers current gain is lowest? ഏറ്റവും കുറവ് ആംപ്ലിഫയർ കറന്റ് ഗെയിൻ വരുന്നത് ഏത് കോൺഫിഗറേഷനിലാണ്? emitter couple, common emitter, common collector and common base, and it is in common base. Option D. Next, dash technology is used in TV remote. TV remote നമ്മൾ യൂസ് ചെയ്യുന്ന LCD, infrared light, ultraviolet rays and ultraviolet rays and LCD is infrared light. Option B. Next one, which of the following is an op amp? ഇതിലെ ഏത് ICs നെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. IC8085, IC7805, IC74 and IC225. IC74 is an op amp. Option C. Next, RAM is a type of software, CPU, register, temporary memory device, permanent memory device. നമുക്കറിയാം random access memory, it is a temporary memory device. Option C. Next, transistor in saturation region work as saturation region la transistor എങ്ങനെയാണ് വർക്ക് ചെയ്യുക? സ്വിച്ച്, അറ്റൻവേറ്റർ, ഓസിലേറ്റർ, ആംപ്ലിഫയർ. നമുക്കറിയാം സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയനിലാണ് നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ. സോ സാച്ചുറേഷൻ റീജിയനിൽ ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ is the correct answer. Next, if a diode shows equal resistance but not zero in both direction, then the diode must be. ഒരു ഡയോഡ് രണ്ട് ഡയറക്ഷനിലും ഈക്വൽ റെസിസ്റ്റൻസ് കാണിക്കുന്നു, സീറോ അല്ല. അങ്ങനെയാണെങ്കിൽ ആ ഡയോഡ് ഷോർട്ട് ആയിരിക്കും, ഡിഫക്റ്റീവ് ആയിരിക്കും, വർക്കിംഗ് ഫൈൻ, ഓപ്പൺ. അങ്ങനെ കാണിക്കുവാണെങ്കിൽ രണ്ട് ഡയറക്ഷനിലും ഈക്വൽ റെസിസ്റ്റൻസ് കാണിക്കുകയാണെങ്കിൽ ഡയോഡ് ഇസ്
defective. Diode must be defective. Option B. Next, for which of the following function can a Schmitt trigger be used? Schmitt trigger ഏതിന് യൂസ് ചെയ്തു? Pulse shaping, blocking, amplification, filtering. It is used for pulse shaping. കാരണം Schmitt triggers നമുക്കൊരു സൈൻ വേവിനെ ഒരു സ്ക്വയർ വേവ് ആക്കാനും അതേപോലെ തന്നെ സ്ലോ എഡ്ജസ് ഫാസ്റ്റ് എഡ്ജസ് ആക്കാനൊക്കെ യൂസ് ചെയ്യും. അപ്പൊ പൾസ് ഷേപ്പിംഗ് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, a Hartley oscillator is commonly used in. ഒരു Hartley oscillator നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റേഡിയോ റിസീവേഴ്സ്, റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്, ടിവി റിസീവേഴ്സ് ആൻഡ് ടിവി ട്രാൻസ്മിറ്റേഴ്സ്. And it is radio receivers, option A. Next, solar cell works on the principle of solar cell isolation and optocoupling, isolation, photovoltaic effect and optocoupling. Solar cell works on the principle of photovoltaic effect, option C. Next one, in design of optical fiber transmission link, LEDs and lasers are used as. Optical fiber transmission link il nammale LEDs um lasers um okke use cheyyunnathu detectors aayitano, source aayitano, repeater aayitano, amplifier aayitano ennaanu. appo nammal LEDs um lasers okke source light source aayitano alle use cheyyunnathu. So option B is the correct answer. Next, for clamp circuit, one must add DC signal with DC, add AC signal with DC, add AC signal with AC, subtract AC from DC. Clamping circuit la nammal endha cheyyunnathu? Add AC signal with DC. അല്ല AC DC കൂടി നമ്മൾ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. So option B is the correct answer. Next one, which material is used to prepare optical fiber as a transmission medium? Optical fiber നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മെറ്റീരിയൽ? Glass and plastic, copper, silver and aluminum. And correct answer is glass and plastic. Next one, reverse biasing of a Zener diode. Zener diode നമ്മൾ reverse bias ചെയ്ത് കഴിഞ്ഞാൽ conducts electricity, does not conduct electricity, amplifies electricity and oscillator. It conducts electricity. Electricity conduct cheyana cheyyunnathu. So option A is the correct answer. Next one, the point of intersection of DC and AC load line is known as. AC and DC load line intersection nammal parayunna point aanu operating point. Operating point aanadu. So option B is the correct answer. Next one, with class C amplifier, gain is dash compared to class A amplifier. Class A ആയിട്ട് compare ചെയ്യുമ്പോൾ എങ്ങനെയാണ്? Low, equal, high, moderate. And it is high. With the class A amplifier, gain is high compared to class A amplifier. So option C is the correct answer. Next one, an amplifier with a positive feedback circuit causes bandwidth to stabilize, gain of an amplifier to stabilize, bandwidth to decrease and bandwidth to increase. So positive feedback ആവുമ്പോൾ gain increase ചെയ്യും, bandwidth reduce ചെയ്യാണ് ചെയ്യുക. So bandwidth to decrease is the correct answer. Next one, in a PNP transistor voltage divider biasing, dash resistors are used. 1, 4, 3, 2. നമുക്ക് 4 resistors വേണം. So option B is the correct answer. Next one, which of the following is a feature of Darlington pair amplifier? Voltage gain is nil, high input impedance and low voltage gain, low input impedance and low voltage gain, high input impedance and high voltage gain. So ഇതില് high input impedance and low voltage gain ആണ് Darlington pair amplifier ൽ വരുന്നത്. So option B is the correct answer. And last question, what is the full form of MCB? So MCB stands for miniature circuit breaker. So അങ്ങനെ നമ്മൾ 50 questions ആണ് ഡിസ്കസ് ചെയ്തത്. Thank you so much.